CSEB റാങ്ക് ഹോൾഡറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന പോർഷനാണ് നോക്കുന്നത്. ആർട്ടിക്കിൾസ് എന്താണ് എന്നും ആർട്ടിക്കിൾസ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണ്. കൂടാതെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി ചെയ്തു നോക്കാം. എങ്കിൽ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ആദ്യം നമ്മുടെ ഇംഗ്ലീഷിലെ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, രണ്ട് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. രണ്ട് ആർട്ടിക്കിളുകളാണ് ഉള്ളത്, ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. ഇനി എ ആൻ അത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ദി എന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളുമാണ്. അപ്പോൾ എ ആൻ എന്നുള്ളത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ദി എന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളും ആണ്. ഇനി ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അത് പേര് പോലെ തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ് ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ് ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. ഇനി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിലേക്ക് വന്നാൽ ഇന്നതാണ് എന്ന് വ്യക്തമായി പറയാത്തതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നതാണ് എന്ന് വ്യക്തമായി പറയാത്തതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായി ഉപയോഗിക്കുന്നത്. നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആർട്ടിക്കിൾസ് എന്ന് നേരെ മനസ്സിലാവും. ഇനി ആൻ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ആ മുതൽ അം വരെയുള്ള സ്വരാക്ഷരങ്ങളുടെ ഉച്ചാരണത്തിന് മുൻപിലാണ് ആൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൻ ഉപയോഗിക്കുന്നത് ആ മുതൽ അം വരെയുള്ള സ്വരാക്ഷരങ്ങളുടെ ഉച്ചാരണത്തിന് മുൻപിലാണ് ആൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആപ്പിൾ. ഇവിടെ ആപ്പിളിന് മുൻപിൽ എന്താണ് ഉപയോഗിക്കുന്നത്? ആൻ ആണ് ഉപയോഗിക്കുന്നത്. ആ എന്നതാണ്, അതുകൊണ്ട് ആപ്പിൾ അതിനു മുൻപ് ആൻ ഉപയോഗിക്കുന്നു. ഇനി അടുത്ത ഒരു ആർട്ടിക്കിൾ എ ആണ്. കായിക മുതലായ വ്യഞ്ജനാക്ഷരങ്ങളുടെ ഉച്ചാരണം കൊണ്ട് ഒരു വാക്ക് ആരംഭിക്കുകയാണെങ്കിൽ എ ഉപയോഗിക്കുന്നു. കായിക മുതലായ വ്യഞ്ജനാക്ഷരങ്ങളുടെ ഉച്ചാരണം കൊണ്ട് ഒരു വാക്ക് ആരംഭിക്കുന്നുവെങ്കിൽ എ ഉപയോഗിക്കുന്നു. ഇനി ദി എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ അർത്ഥം ആ എന്നാണ്. അപ്പോൾ ദി എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ അർത്ഥം ആ എന്നാണ്. എവിടെയാണോ നാമത്തിന് കൃത്യതയും വ്യക്തതയും കൊടുക്കേണ്ടത് അതിനു മുൻപിൽ ദി ചേർക്കണം. അപ്പോൾ എവിടെയാണോ നാമത്തിന് കൃത്യതയും വ്യക്തതയും കൊടുക്കേണ്ടത് അതിനു മുൻപിലാണ് ദി ചേർക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലേക്ക് കടക്കാം. ഡാഷ് ഗംഗ ഈസ് ഡാഷ് സീക്രട്ട് റിവർ. ഡാഷ് ഗംഗ ഈസ് ഡാഷ് സീക്രട്ട് റിവർ എന്നാണ് ചോദ്യം. ഇവിടെ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് വരിക? ദി ഗംഗ ഈസ് എ സീക്രട്ട് റിവർ എന്നാണ് ഉത്തരം വരുന്നത്. ദി ഗംഗ എന്നാണ് വരുന്നത്. കാരണം ഉറപ്പിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് മുൻപിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ദി ഗംഗ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം എ സീക്രട്ട് റിവർ എന്നാണ് വരുന്നത്. എ സീക്രട്ട് റിവർ എന്നാണ് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹി ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്. ഓപ്ഷൻ എ ദി, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി എ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ചോദ്യത്തിലേക്ക് ഒന്നുകൂടി വരാം. ഹി ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് എന്നാണ് ചോദ്യം. ഉത്തരം നോക്കാം. ഓപ്ഷൻ സി എ ആണ്. ഹി ഈസ് എ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് എന്നാണ് ഉത്തരം. വ്യഞ്ജനാക്ഷരങ്ങൾക്ക് മുൻപിൽ എ എന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ വരുന്നത് ഹി ഈസ് എ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് എന്നാണ് ഉത്തരം വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹി ഈസ് ഡാഷ് MLA ഫ്രം കർണാടക. ഓപ്ഷൻ എ ദി, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി എ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഉത്തരം നോക്കാം. ഹി ഈസ് ആൻ MLA ഫ്രം കർണാടക. ഇവിടെ MLA എന്ന് പറയുമ്പോൾ സ്വരാക്ഷരമായ എ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നത് ആൻ ആണ്. ഹി ഈസ് ആൻ MLA ഫ്രം കർണാടക. അടുത്ത ചോദ്യം നോക്കാം.
ഡാഷ് അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി ദി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഉത്തരം നൺ ഓഫ് ദീസ് ആണ്. അടുത്ത ചോദ്യം പറയാം. ഐ മെറ്റ് ഡാഷ് യൂണിവേഴ്സിറ്റി പ്ലെയർ. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി ദി, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ. ഉത്തരം എ ആണ്. ഐ മെറ്റ് എ യൂണിവേഴ്സിറ്റി പ്ലെയർ എന്നാണ് ഇവിടെ ഉത്തരം വരിക. ഇവിടെ കാരണം യൂണിവേഴ്സിറ്റി ഉച്ചാരണത്തിൽ യാ ആണ്, അതുകൊണ്ട് തന്നെ എ എന്ന പദമാണ് ഇവിടെ വരുന്നത്. ഐ മെറ്റ് എ യൂണിവേഴ്സിറ്റി പ്ലെയർ എന്നാണ് ഇവിടെ വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് നോവൽ ദാറ്റ് യു ഗേവ് മീ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആ നോവലിനെ സ്പെസിഫിക് ആയി എടുത്തു പറയുന്നത് കൊണ്ട് അവിടെ എന്താണ് വരുന്നത്? ദി നോവൽ എന്നാണ് വരുന്നത്. ദി നോവൽ ദാറ്റ് യു ഗേവ് മീ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ എല്ലാവർക്കും ഉത്തരം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരുപാട് എക്സസൈസ് നിങ്ങൾ ചെയ്ത് നോക്കി പഠിക്കുക. ഒരുപാട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആർട്ടിക്കിളിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ആർട്ടിക്കിൾ വളരെ സിമ്പിളായി ആൻസർ ചെയ്യാൻ കഴിയും. കൂടുതലായി പഠിക്കുക എങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തിയാവുന്നു. ഇംഗ്ലീഷിന്റെ ക്ലാസ് പൂർത്തിയാവുന്നു. ഇനി നമുക്ക് ടൈം ടേബിൾ വീഡിയോയിലേക്ക് വരാം.